എന്താ അമ്മേ? എടാ മാളു ഇതുവരെ വന്നില്ല. അവള് നിന്നെ എങ്ങാനും വിളിച്ചോ? ഇല്ല, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മീര, അവളുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരുടെ നമ്പർ ഉണ്ടോ? ആ ശ്രുതിയുടെ വിഭീഷണ നമ്പർ ഉണ്ട്. 7 മണിയായിട്ടല്ലേ ഉള്ളൂ, അവളിങ്ങ് വന്നോളൂ. ഓടി ഓടുന്നു. കാലം ഇല്ലാത്ത കാലം ഇത്. ഇച്ച വിഷമിക്കാണ്ടിരി, അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ. ആരെങ്കിലും കൂടെ പോയി കാണും. മനു, നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കിയേ. എടീ, നീ നമ്പർ തന്നെ 960-574-0822. ആരാ? നീ വാടാ. നിങ്ങളെല്ലാരും നിങ്ങൾ മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ഫ്രണ്ട് ഫെമി ഇല്ലമ്മേ, അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി. അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോ അവിടെ വരുന്നു പോയി അല്ലടാ. അമ്മയ്ക്ക് ബിബീഷിന് ഓർമ്മയില്ലേ? ഇന്നാളിൽ ഇവിടെ വന്നായിരുന്നല്ലോ. ഡാ കേറി വാ, അമ്മ നല്ല അടിപൊളിയിട്ട് നാരങ്ങളുണ്ട്, നീ കുടിച്ചിട്ട് പോയാ. മനുഷ്യേട്ടാ ബൈ. അമ്മേ ബൈ. മീര ചേച്ചി ബൈ. ബൈ ബൈ ഡാ. ബൈ. എന്താ അമ്മയും മോനും കൂടെ? മോളെ മാളു, നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നും അല്ല. വളരെ സാധാരണക്കാര് ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് 2 ഇലയെങ്കിലും വീശി കാണിച്ചേനെ. കാര്യം പറയടാ. മാളു, നീ ഇന്ന് ആരാണ്ടര കൂടെ ബൈക്കിൽ കയറി വന്നു. സംഗതി അവർ നിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അതുകൊണ്ട് നാളെ മുതൽ ഇനി ഇത് ബൈക്കിൽ വരരുത്. അങ്ങനെ വല്ല കാരണവശാലും ലേറ്റ് ആയ ഓട്ടോ പിടിച്ച് വരണം. പാട്രിയാർക്കിസം. അതൊരു പുതിയ പരിപാടിയാണ് അമ്മേ. എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 19 ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ? ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത കേശവമാമൻ. അതാരടി കേശവമാമൻ? അതൊരു പൊതുനാമമാണ് അമ്മേ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. നാളെ അവര് ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ. എന്ത് പറയാ? അതൊക്കെ പറയും. ചെലപ്പോ ദേ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ. അവളെ തൊട്ട് കളിക്കണ്ട, ആദ്യം നീ അവളെ കണ്ടുപിടിക്കട്ടോ. ഓ, എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ. ദേ, നീ ലേറ്റ് ആയി വന്നു ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ അടുത്ത് തറുതലവട്ടം നിന്നുണ്ടല്ലോ, ചൂടുവെള്ളമായിരിക്കും മുഖത്ത് ഞാൻ ഒഴിക്കും. മാളു, ആ പയ്യന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ബിബീഷ്. ബിബീഷ്? എനിക്കും കുറച്ച്. ബിബീഷ് കരുണാകരൻ. ബിബീഷ് കരുണാകര? പറയടി, ബിബീഷ് കരുണാകര? ബിബീഷ് കരുണാകര മേനോൻ. എന്തൊക്കെയുണ്ട് വാർത്ത? എന്ത് പറയാനാടാ അമ്പാടി, പഞ്ചാബില് ബസ് മറിഞ്ഞ് 5 പശുക്കൾ ചത്തുന്നു. കഷ്ടായി പോയി. അവനിതറിഞ്ഞാ? അമ്മ ഞാൻ പോവാണേ. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഭക്തിമാർഗത്തിലാണ് അമ്മേ. വലഞ്ചുഴി അമ്മേ ശരണം. അമ്മേ ശരണം. ഇതല്ല 7:30. പിന്നെ വൈകിപ്പോയി. നീ തൊഴുതോ? ഓ, എത്രയാന്ന് വെച്ചാ നോക്കി നിക്കുന്നേ? ഞാൻ തൊഴുതു. ആണോ? ഞാൻ പോയി തൊഴുതിട്ട്. അവിടെ നിക്ക്, നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച. അല്ല, ഇങ്ങോട്ട് വന്ന് ഇവിടെ നമുക്ക് ആ കാവിനെ കൊണ്ടുപോവാം. വന്നേ, ആൾക്കാരൊക്കെ നോക്കുന്നു. എന്ത്? നമുക്ക് ബസ്സിൽ കാണാം. അപ്പൊ ഇത്ര നേരം കാത്തത് ഞാനാരായി? ഓ, അത്രേ ഉള്ളല്ലേ? ഞാൻ പോവാ.
അമ്പാടിച്ചേട്ടാ ഏ അവളെന്തോ പറഞ്ഞു? അല്ല അത് അവളുടെ അച്ഛനുണ്ടല്ലോ കരയോഗ പ്രസിഡന്റ്, പുള്ളിയുടെ മുമ്പിൽ നിനക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണേ, പറഞ്ഞ് നടക്കില്ല, ബുദ്ധിമുട്ടാണെന്ന്. പ്രാർത്ഥിക്കുക, അമ്പലമല്ലേ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല, മനസ്സിലായി? ചെന്ന ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? ദേ വിളിക്കണേ നിന്റെ വള്ളി ചിറ്റപ്പൻ. ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. എന്താ? എടാ, മീറ്റിങ്ങിനിടയ്ക്ക് ആ ജഗദമ്പിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിടുമെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം. ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത്. ചിറ്റപ്പൻ ധൈര്യമായിട്ടിരി. ഈ കരയോഗത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർദ്ദൻ ചിറ്റപ്പനായിരിക്കും. എനിക്കത് കേട്ടാ മതി. ചിറ്റപ്പ മനം കൊളുത്തിയ ദീപിക തലമുറ തലമുറക്കായി സെക്രട്ടറി ഇരിക്ക. ചേട്ടാ എന്നാ തുടങ്ങാം. നമസ്കാരം. സരസ്വതി വിലാസം NSS കരയോഗം ക്രമ നമ്പർ 421 കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട യൂണിയന് കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം NSS കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം 2 ലക്ഷം. റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ പ്രസിഡന്റ്. നമ്മുടെ കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറ. 3 വർഷമായി. ബഹളം വെക്കില്ല ജഗദമ്പിള്ളേ. എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ്. അതങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ. ആയിരിക്കുന്ന ജഗദമ്പിള്ള ചേട്ടൻ പ്രസിഡന്റ് എന്താ പറ്റില്ലേ? ആ പ്രസിഡന്റ് മാറ്റാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? എന്തോ വേണമെന്ന്. അതെ, ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ശരിയാവില്ല. നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ കൃത്യം കറക്റ്റ്. അതെ, അപ്പന്റെ സ്ഥലത്തിന്റെ കാര്യം പറ. അത് മാത്രമല്ല, നമ്മുടെ ഈ കരയോഗ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. ആരാണ് അയാൾ? മനു മോഹൻ നായർ. അത് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഉത്തരവാദിത്തമുള്ള ജോലിയാ. അതിനെന്താ, ചെറുപ്പക്കാർ വരട്ടെ. നമ്മുടെ കല്ലുവേലിലെ മോഹന്റെ മകനല്ലേ? അതെ, ഞാൻ പിന്താങ്ങുന്നു. ഞാനും. ആളെവിടെ? ദേവിടെ ഉണ്ടോ? ഓ, വരൂ വരൂ. പിന്താങ്ങി പിന്താങ്ങി എഴുന്നേറ്റ്. വരൂന്ന്. മനുട്ടാ ഇവിടെടാ, എന്റെ കൂടെ ഇരിക്കുവാ. അങ്ങനെ നീ പെൻ ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാറായിട്ടില്ല. നിനക്കൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നെടുത്തിരിക്കും. മനുഷ്യേട്ടോ, പുറകിൽ സീറ്റ് ഉണ്ട്, ഇരിക്കാം. എടോ, താൻ എന്നെക്കാളും മൂത്തല്ലേ, താൻ എന്തിനാണ് മനുഷ്യട്ടാന്ന് വിളിക്കുന്നത്? അല്ല മനുഷ്യേട്ടാ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ എപ്പോഴായാലും ബഹുമാനിച്ചല്ല പറ്റൂ. മനുഷ്യൻ ഇരിക്കുക. എന്താ അവിടെ എന്നെ നോക്കാൻ? അവള് വന്നില്ലേ? അവള് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൊടി ആരാ? ആ പ്രസിഡന്റ് വരാം. ഓ വരാം. ശരി ശരി.
എന്താ പറഞ്ഞേ നിന്റെ അച്ഛനിപ്പോ ഞാനില്ലാതെ പറ്റില്ല നീ. നാളെ കരയോഗത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോകാൻ പറഞ്ഞ എന്ത് ചെയ്തിട്ടാണ് വേണ്ടില്ല. അച്ഛനെ ഇംപ്രസ് ചെയ്താൽ മതി. ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കാം, അത്രേ ഉള്ളൂ. അതുണ്ടാക്കി എടുത്തിരിക്കും. ഓക്കെ ഓക്കേ. ഓക്കെ. നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോടുന്നത്. നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊക്കെ കുറയുന്നത്? അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടാ 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല, ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറിപ്പേട്ട, അവള് വാശിയില്ല. ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു, അവർക്ക് സമ്മത. കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല. അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബ മഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു പോയി. ഡിവോഴ്സ് ആയാലെന്താ? നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ? കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും. ഓഹോ, എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പ്രസിഡന്റേ, ഇറങ്ങാം. അപ്പൊ ശരി. അയ്യോ, എല്ലാരും നിന്നെ. നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരത്തില്ലല്ലോ. ഇതാ സ്വീറ്റ്സ് എടുത്തേ. അമ്പാടിയിട്ടാ സ്വീറ്റ്സ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അയ്യോ, നമുക്കെന്നാ തവളപ്പറമ്പിലെ മകളുടെ പ്രശ്നം കുത്തുറപ്പാക്കിയാലോ? എന്റെ കാജു ബർഫിന്ന് പിടിച്ചു. കാജു ബർഫിലേക്ക് വണ്ടി എടുക്ക്. എന്റെ ഈ 2 തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിന് മുറ്റത്ത് കയറി മുള നടന്നേ? ഡി, ആ രാജീവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോട് നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആയില്ലകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും. ദൃഷ്ടിദോഷം. ആനന്ദ, ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്ലെങ്കിൽ ഉള്ളിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്ല ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ആ വേഗാട്ടെ. കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത്. കൊച്ചേട്ടാ, എന്താ രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതാന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകി? ഓ, ഒന്നും പറയണ്ട ഇച്ചേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ, അത് തന്നെ. ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാലും അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശകളാ, വന്നേ ലേറ്റ് ആയി. ഇച്ചേ, അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ, അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ, നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദാ, ലവ് ജിഹാദ്.
അവന് ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയും അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദ, അത് ഉറപ്പാ. ആ അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമൊക്കെ കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ, അവള് പഠിക്കല്ലേ? ആ പഠിക്കട്ടെ പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ.